ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സ്പോട്ടിഫൈ കാർഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഇതുപോലത്തെ ഒരു പേപ്പറാണ് വേണ്ടത്. അപ്പോൾ ഞാനിതൊരു ഡ്രോയിങ് ഷീറ്റിൻ്റെ പേപ്പറാണ്. ആ ഒരു തിക്നെസ് ഉണ്ട് ഈ പേപ്പറിന്. അധികം കട്ടി കുറഞ്ഞ A4 ഷീറ്റിൽ അതിലൊന്നും ചെയ്യരുത്. കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള ഷീറ്റിൽ വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് സ്പോട്ടിഫൈൻ്റെ അതേപോലെ തന്നെ നമുക്ക് ആദ്യം ഒന്ന് വരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേപ്പ് റെഫറൻസ് വേണ്ടിയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വാഷി ടേപ്പാണ് വേണ്ടത്. അപ്പോൾ വാഷി ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടേക്ക് ബ്ലാക്ക് പെയിൻറ് അടിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് പീൽ ചെയ്യാൻ. നമ്മൾ ഈ ഹാർട്ട് കട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ സിഗ്സാഗ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻസ് മാർക്ക് ചെയ്യാം. ഔട്ട്ലൈൻസ് മാർക്ക് ചെയ്തേക്കുന്ന ഈ ഓരോ പോയിന്റ് ഇവിടെ സിംഗിൾ പോയിന്റ് വന്നേക്കുന്ന എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹോൾ ഇട്ടെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് താഴെ ഒരു സ്പോഞ്ച് പോലത്തെ അല്ലെങ്കിൽ നമ്മൾ പാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ബോൾസ് വരുന്ന ഈ ഒരു കവർ യൂസ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ പോയിന്റ് ചെയ്തേക്കുന്ന ഈ പോയിന്റ്സിനെല്ലാം ജസ്റ്റ് ഒന്ന് ഹോളാക്കി എടുക്കാം. ഹോൾസ് ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് ഹോൾസിൽ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ത്രെഡ് ഇട്ട് കൊടുക്കാം. നമുക്കിനി പാട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതാൻ വേണ്ടി ഞാൻ ജസ്റ്റ് റെഫറൻസ് ലൈൻ എല്ലാം കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇവിടെ പാട്ടിൻ്റെ പേരായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് സിംഗറിൻ്റെ പേര്, എന്നിട്ട് നമ്മളുടെ ആ ഒരു ബട്ടണിൻ്റെ ഒരു ഐക്കണോടെ വരച്ചു കൊടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സ്പോട്ടിഫൈൻ്റെ കോഡ് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്പോട്ടിഫൈ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോൺ വെച്ചിട്ടൊന്ന് സ്കാൻ ചെയ്തും കൂടെ നോക്കാം. സോ ഏറ്റവും ആദ്യം തന്നെ സ്പോട്ടിഫൈ ആപ്പ് ഓൺ ചെയ്യുക. താഴെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മേളിലൊരു ക്യാമറയുടെ ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു പാട്ടിൻ്റെ കോഡ് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പാട്ട് നമുക്ക് പ്ലേ ആയി കിട്ടും. അപ്പോൾ ഇതുപോലത്തെ പുതിയ ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.